യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ ഞാനിപ്പോൾ ഉള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ വീഡിയോ ത്രൂ ഔട്ട് നമ്മൾ വീട്ടിലൊന്നും അല്ല, നമ്മൾ പുറത്തേക്കൊക്കെ ഇന്ന് പോകുന്നുണ്ട്. അപ്പം രാവിലെ എണീറ്റ് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. കാരണം വിശപ്പ് വരുമ്പോൾ ക്യാരിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നേരത്തെ എണീക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര നേരത്തെ ഒന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ എണീറ്റു. പക്ഷേ ചേട്ടൻ ഭയങ്കര ടയേർഡാണ്. കാരണം ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഉറക്കക്ഷീണം ഒക്കെ ഉള്ള കാരണം ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല. എന്തായാലും ഞാൻ എണീറ്റ് ഫ്രഷൊക്കെ ആയതിന് ശേഷം വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ പുറത്തുനിന്ന് എണീറ്റ് പോയി ഫ്രഷ് ആവാമെന്ന്. അങ്ങനെ ഞാൻ പോയി എൻ്റെ മോർണിംഗ് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ നോക്കുമ്പോഴും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കിടന്നാൽ ശരിയാവില്ല. കാരണം ഓൾമോസ്റ്റ് 10:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്ത് പോകണം. അപ്പോൾ നമ്മളത് ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെത്താനും ലേറ്റാവും. അപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് 7th മന്തും അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെ കുറച്ച് ചില്ലറ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ റൂമിന് ഓപ്പോസിറ്റുള്ള വിൻഡോ ഒന്ന് ജസ്റ്റ് തുറന്നിടും. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേട്ടനെ എണീപ്പിച്ച് കുത്തിപ്പൊക്കി ഫ്രഷ് ആവാനായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടും. അറേഞ്ച് ചെയ്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ ഈ ബ്ലാങ്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് ഒതുക്കി അവിടെ വെക്കും. അതുപോലെ ഒരു പില്ലോ, നമ്മൾ കിടക്കുന്ന പില്ലോ അല്ലാതെ സെപ്പറേറ്റ് ഒരു പില്ലോ ഞാനിങ്ങനെ കാലിൻ്റെ അവിടെ വെക്കാറുണ്ട്. കാരണം ഇന്നലെയൊക്കെ പോയിട്ട് കാലുമ്മേ നീരുണ്ടായിരുന്നു. അപ്പോൾ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ അതും ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് കുറയും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു പില്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ എക്സ്ട്രാ പില്ലോ കേട്ടോ. മറ്റേത് നമ്മൾ തല വെച്ചെടുക്കുന്ന 2 പില്ലോ അവിടെ സെറ്റ് ചെയ്തിട്ടു. അതിനുശേഷം പിന്നെ കേർട്ടൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടപ്പോൾ റൂമിലൊരു വെളിച്ചമൊക്കെ ആയി. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്നത് എന്താ പറയുക, വെള്ളമാണ് ആദ്യം കുടിക്കാറുള്ളത്. അപ്പോൾ വെള്ളം കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചേട്ടൻ ഫ്രഷായി വന്നു കഴിഞ്ഞാൽ താഴെ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ മമ്മി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ രാവിലെ എനിക്ക് കുളിച്ചിട്ടൊന്നുമില്ല. കാരണം എന്തായാലും നമ്മൾ പുറത്ത് പോകണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രഷിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനിപ്പം ഹെയർ ഇങ്ങനെ തന്നെ, മറ്റേത് ഞാനാണ് ടൈ ചെയ്തൊക്കെ കൊടുക്കാറുള്ളത്. ഇപ്പം ഞാനില്ലാത്തതുകൊണ്ട് തന്നെ ടൈ ചെയ്യാനൊക്കെ പഠിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ട് പിന്നെ താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കിടക്കണ എണീക്കി എന്ന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ തന്നെ വാതിലൊക്കെ തുറന്ന് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രയറിൻ്റെ അവിടെ ആ ഏരിയയിൽ അവിടെ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കും. രാവിലെ എണീക്കാനല്ല, അപ്പോൾ നല്ലൊരു ദിവസമാവണേന്നൊക്കെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് എന്താ പറയുക, ഉണ്ണിക്കൊക്കെ കുരിശ് വരച്ച് കൊടുത്ത് അങ്ങനെ ഇനി കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് എടുത്ത് കഴിക്കാം. ഇപ്പം ഫുഡ് മമ്മി അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ മമ്മി അങ്ങനെ വെച്ച് വെക്കില്ല. കാരണം ഞങ്ങൾ എണീറ്റ് വരുമ്പോൾ ലേറ്റ് ആവുമോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചായ ചൂടാറും. അപ്പോൾ അതുകൊണ്ട് എണീറ്റ് വന്നതിന് ശേഷം ചിലപ്പോൾ ഞാൻ വെക്കും. ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ മമ്മി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ മമ്മി ചായ വെച്ചിരിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മമ്മി കോളിലാണ്. അപ്പോൾ മമ്മി പുട്ടും പഴമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് ചായ വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ചായ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ചേട്ടനാണ്. ഞാൻ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കയ്യിൽ ഫോണിൻ്റെ ക്യാമറ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കുക. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിന്ന് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എടുത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ കൊടുത്തതാണ്. അപ്പോൾ ചേട്ടനാ വീഡിയോ എടുത്ത് തന്നപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് സെറ്റായി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നപ്പോൾ ഞാൻ ചായ കപ്പിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ പുട്ടും പഴമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു അരമണിക്കൂർ മതിയെങ്കിലും ഞങ്ങളുടെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ഒരു 1-1.5 മണിക്കൂർ എടുക്കും. കാരണം കൂടുതൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് ഇരുന്നിട്ട് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഒരു 2 days കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ചേട്ടൻ പോവും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, വരുമ്പോഴേക്കും ഞാൻ പോകണ കാര്യം ആലോചിച്ച് കൊടുക്കും പോവുമല്ലോ എന്ന്. പക്ഷേ വരുന്ന ടൈം മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ
അങ്ങനെ ഞാൻ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഹറിബറി ആയിരുന്നു, കാരണം ഓൾറെഡി ലേറ്റായി. അപ്പോഴാണ് ചേട്ടൻ പറയുക സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടാവും, സിനിമ കാണണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ വരുമ്പോഴാണ് ബേസിക്കലി ഞങ്ങൾ എനിക്ക് പുറത്ത് പോകാൻ പറ്റാറുള്ളൂ. ചേട്ടനാണ് എന്നെ പുറത്തൊക്കെ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ പിന്നെ എന്നാൽ നിനക്ക് കാണണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും വേണ്ടാന്ന് പറയാമല്ലോ. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തീരുമാനിച്ച കാര്യമായ കാരണം അവിടെ ചെന്നുള്ളൊരു നല്ല മൂവി നോക്കിയപ്പോൾ റിവ്യൂ നോക്കി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ മൂവിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഈ മൂവിക്ക് വേണ്ടി കയറി. അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമല്ല വന്നത്, പക്ഷേ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കോമഡി പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര കോമഡി എന്ന് പറയാനില്ല, എന്നാലും നമുക്ക് ബോറടിക്കില്ല അങ്ങനെ. അപ്പം വേസ്റ്റ് ഓഫ് മണി എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഒരു തിയേറ്റർ മൂവിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ഞാനും പറയുള്ളൂ കേട്ടോ. കാരണം ഞങ്ങളെപ്പോഴും ഈ ത്രില്ലും അതുപോലെ എന്താ പറയുക ത്രില്ലർ മൂവി അല്ലെങ്കിൽ ഫൈറ്റ് സ്റ്റണ്ടൊക്കെ ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ ഈ മൂവി അങ്ങനെ എനിക്ക് അങ്ങനത്തെ മൂവിയാണ് തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ളൂ. പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി കണ്ടതാണ്. പക്ഷേ നഷ്ടം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി. കാരണം പെട്രോൾ അടിക്കാനും പിന്നെ എന്താ പറയുക നമ്മുടെ എയർ ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ തന്നെ ഇത് കുറച്ച് ടൈം എടുത്തു. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ടൈം ഓൾറെഡി ആയല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് പുട്ടും പഴം ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. വേറെ ഒന്നും നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല വിശന്ന് തുടങ്ങി. പിന്നെ ഈ റൂട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ 7-ാം മാസത്തെ ചടങ്ങിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇതിൽ കൂടെയാണ് വരുന്നത്, പിന്നെ ഇനി വേറൊരു ദിവസം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിശപ്പൊക്കെ സഹിച്ച് പിടിച്ച് പർച്ചേസിങ് നടത്താം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് എന്താ പറയുക ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പിന്നെ ബില്ല് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം പിന്നെന്താ പിന്നെ ഞങ്ങൾ അപ്പം പിന്നെ ഇത് കഴിഞ്ഞോടുകൂടി പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വിശന്ന് തുടങ്ങി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 2 കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശപ്പ് കാരണം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നേരെ ഞങ്ങൾ ഒല്ലൂരുള്ള സൂഫി മന്തിയിലാണ് പോയത്. ഇവിടെ പോയപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കല്ല ചേട്ടന് മട്ടൻ മന്തി കഴിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ നാളായി കഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറയണു മട്ടൻ മന്തി ഇല്ല. ഇത് ഞങ്ങൾ എന്ത് കഴിക്കണം എന്ന് വിചാരിച്ച് പോയാലും വിചാരിച്ച സാധനം അവിടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഹോട്ടലിലേക്ക് പോകാനുള്ള അത്രയും എന്താ പറയുക ഒരു മനക്കെട്ടില്ലാത്തതുകൊണ്ട് വിശന്ന് കുടൽ കരിഞ്ഞ് നിൽക്കണോണ്ട് ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ സൂഫിയിൽ വന്നു കഴിഞ്ഞാൽ ഷവായാണ് പറയാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ഷവായി മന്തി പറഞ്ഞ് അങ്ങനെ അത് കഴിച്ചു. അതിനുശേഷം പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിൻറ്റ് ലൈമും പിന്നെ നോർമൽ ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒത്തിരി മാത്രം കൂടുതലായിട്ട് തോന്നി, പക്ഷേ ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ കഴിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എണീക്കാനായിട്ട് പറ്റാണ്ട് ഞാനവിടെ ഇരിക്കുക. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറയാം വാ എണീക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ എണീറ്റ് അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പോയത് ചേട്ടന് ക്രോക്സ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മേടിക്കാനാണ് ഇവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറെ മോഡൽസൊന്നും ഞങ്ങൾ നോക്കിയില്ല, ഇത് തന്നെയാണ് എടുത്തത്. ഇത് തന്നെ എടുത്ത് ഫിക്സ് ചെയ്തു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞോടുകൂടി പിന്നെ ഓൾമോസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി, കാരണം രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ടയേർഡ് ആവണ്ട ഇനിയും ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഈ മിനി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസും പുതിയ കണ്ടൻസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.